UDF സർക്കാരിന്റെ മദ്യനയം തിരുത്തുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചുകൊണ്ടാണ് ഇന്നു ചേർന്ന LDF നേതൃയോഗം പുതിയ മദ്യനയത്തിന് രൂപം നൽകിയത്. യോഗത്തിന് മുൻപ് നടന്ന പ്രത്യേക ചർച്ചയിൽ നയം സംബന്ധിച്ച് CPM-ഉം CPI-യും തമ്മിൽ ധാരണയായിരുന്നു. എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനാണ് കരട് നയം മുന്നണി യോഗത്തിൽ അവതരിപ്പിച്ചത്. നിലവിലുള്ള പഞ്ചനക്ഷത്ര ബാറുകൾക്ക് പുറമെ നിയമതടസ്സങ്ങളില്ലാത്ത 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് അനുവദിക്കും. ദേശീയപാത, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയിലുള്ള ദൂരപരിധിയാണ് നിയമതടസ്സം കൊണ്ട് അർത്ഥമാക്കുന്നത്. നിയമതടസ്സമില്ലാത്ത ബാക്കിയുള്ള ഹോട്ടലുകൾക്ക് ബിയർ വൈൻ പാർലർ ലൈസൻസ് നൽകും. കള്ളുവിൽപ്പന സംബന്ധിച്ച ചട്ടങ്ങൾ ഉദാരമാക്കും. പഴയ ടോഡി ബോർഡ് തിരിച്ചു കൊണ്ടുവരും. ഇവയാണ് എക്സൈസ് മന്ത്രി അവതരിപ്പിച്ച കരട് മദ്യനയത്തിന്റെ ഹൈലൈറ്റ്. 840 ബാറുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് പാതയോര നിരോധനം കൂടി വന്നതോടെ 315 ബാറുകൾക്കാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ബാർ ലൈസൻസ് 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ വീര്യം കൂടി മദ്യം വിൽക്കുന്ന ബാറുകളുടെ എണ്ണം UDF കാലത്തേക്കാൾ കുറയുമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ യോഗത്തെ അറിയിച്ചു. കേരള കോൺഗ്രസ് പ്രതിനിധി സ്കറിയ തോമസ് ക്രൈസ്തവ സഭകളുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയെങ്കിലും ചർച്ച കൂടാതെ കരട് നയം അംഗീകരിക്കുകയായിരുന്നു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നയം പരസ്യപ്പെടുത്താനാണ് ധാരണ. R. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.